രാമക്കല്ല് നേരെ കാണുന്നത്. ഈ കല്ലിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് രാമക്കൽ മറ്റെന്ന്. ഇത് വനവാസ കാലത്ത് രാമനും ലക്ഷ്മണനും വന്നതെന്ന് രാമന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ്. അതുകൊണ്ടാണ് രാമക്കൽ മറ്റെന്ന് പേര് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ സീ ലെവലിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. നേരെ താഴെ ഒരു അമ്പലം കാണാം, അമ്പലത്തിന്റെ ഗോപുരം കണ്ടോ. ആ അമ്പലത്തിന്റെ പ്രത്യേക 18ാം നൂറ്റാണ്ട് അമ്പലമാണ്. കന്നിമാസത്തിൽ 5 ശനിയാഴ്ച മാത്രമേ തുറക്കത്തുള്ളൂ. ആ റോഡ് കണ്ടോ, റോഡ് ആ റോഡിന്റെ ഒരു വശം തെങ്ങുകളാണ് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടോ. ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്നുണ്ടോ? ആ അതെ, ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്നുണ്ട്. അത് വാളൻപുളി. ഗ്രൗണ്ടിൽ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. വിവിധ പച്ചക്കറികളാണ്, തക്കാളി, ബീൻസ്, വെണ്ടയ്ക്ക, പച്ചക്കറികളാണ്. അടുത്ത ടൈല് പതിച്ചിട്ടേക്ക് പോകുന്ന ചുമല കണ്ടോ. അടുത്ത കൃഷിക്ക് വേണ്ടി മണ്ണ് ഉഴുതിട്ടേക്കുന്ന. നേരെ മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൗൺ കാണാം, ഒരു പണ്ണപ്പുറം എന്ന് പറയും. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, പണ്ണൈപ്പുറം. ആ സ്ഥലത്തിന് പ്രത്യേകം നമ്മുടെ സംഗീത സമയം ഇളയരാജ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലം കാണാം, തേവാരം എന്ന് പറയും. പച്ചക്കറികൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി സ്ഥലമാണ്. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലം കാണാം, ബോഡി നായ്ക്കിൻ്റെ എന്ന് പറയും. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അതിലെ നേരെ മുകളിലേക്ക് പോയാൽ പൂപ്പാറ, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ അങ്ങനെ പോകാൻ പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ ഇറങ്ങി വന്നില്ലേ കൊടൈക്കനാൽ മല കാര്യങ്ങളൊക്കെ, ആ കരടി ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ മുകൾവശമായി സ്ഥലങ്ങളെല്ലാം. മനസ്സിലായോ? പിന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു മല കാണാം. ആ മലയുടെ പേരാണ്, ആ മലയുടെ അപ്പുറം അരിക്കൊമ്പെന്ന് പറഞ്ഞ ആനയെ പിടിച്ചിട്ട് വന്നേക്കുന്നത്. നേരെ ആ ആന അവിടെ നിന്ന് പിടിച്ച് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് മല ഉണ്ട്, മേഘമല എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ മല, ആ മലയുടെ അപ്പുറത്ത് കൊണ്ടുവിടുകയും അത് തന്നെ ആ മലയെ കൊണ്ടുവിടുകയും അവിടുന്ന് പതുക്കെ കമ്പോന്ന ടൗണിലേക്ക് വരികയും അവിടുന്ന് പതുക്കെ തിരുനെൽവേലിയിലേക്ക് പാഴ്സലുകയും ചെയ്തു. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലമായത്. 30 കിലോമീറ്റർ 35 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റടിക്കും. ഇനി ഒരു പ്രത്യേകം, കേരളത്തിൽ ആകെ രണ്ടിടത്തൊരു കാറ്റടിപ്പാടം, ഒന്ന് രാമക്കൽമേടും മറ്റൊന്ന് പാലക്കാട് കഞ്ചിക്കോടും. ഇനിയൊരു പ്രത്യേകമുണ്ട്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ചാമ ഇടുക്കി. അത് പണിതിരിക്കാനാണ് മലകൾ തമ്മിൽ ബന്ധിപ്പിച്ചുണ്ട്, കുറവൻ മല, കുറത്തിമല. അതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശില്പമാക്കാണ് കുറവൻ കുറത്തി സ്റ്റാച്ചു കണ്ടോ. അതിൻ്റെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ മലമ്പഴേഷിയും ശംഖുപോത്ത മത്സ്യനെ കൊണ്ട് കാനായ കുഞ്ഞിരാമനില്ലേ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ജിനൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ബാലരാമപുരംകാരനാണ്. തൊട്ടടുത്ത് തന്നെ മലമ്പുഴയ്ക്ക് വേഴാമ്പിൽ വാച്ച് ടവറുണ്ട്. അതുണ്ടാക്കിയിരിക്കുന്ന ജിനൻ്റെ ശിഷ്യൻ ഹരിലാൽ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഇടുക്കി വാഴത്തോപ്പുകാരനാണ്. ഇതാണ് ഇവിടുത്തെ കഥയും കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.